ഹായ് ഓൾ. ഒരു കേർവ്ഡ് വാളിൽ എങ്ങനെയാണ് കേർവ്ഡ് ആർച്ച് വിൻഡോസ് മോഡൽ ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സ്കെച്ചപ്പിൽ ഇതെങ്ങനെയാണ് മോഡൽ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം ടോപ്പ് വ്യൂവിൽ വരിക. ദെൻ ഒരു റെക്ടാങ്കുലർ പ്ലെയിൻ വരച്ചു കൊടുക്കണം. ഞാനിവിടെ 500 ഡയമെൻഷനിലുള്ള ഒരു പ്ലെയിനാണ് വരച്ചു കൊടുക്കുന്നത്. കേർവ്ഡ് വാൾസ് ആയതുകൊണ്ട് തന്നെ ഒരു കേർവ്ഡ് പ്ലെയിൻ ആണ് ഇനി വേണ്ടത്. ആർക്ക് ടൂൾ യൂസ് ചെയ്ത് കേർവ്ഡ് പ്ലെയിൻ വരയ്ക്കാം. അതിൻ്റെ സൈഡ്സ് സ്മൂത്ത് ചെയ്യാനായിട്ട് സെഗ്മെൻറ്റ്സിന് ഒരു ഹയർ വാല്യൂ കൊടുക്കാം. ദെൻ കേർവ്ഡ് ഫേസും റെക്ടാങ്കുലർ ഫേസും പാർട്ടീഷൻ ചെയ്യുന്ന ലൈൻ ഡിലീറ്റ് ചെയ്ത് കളയാം. ഇപ്പോൾ ഇത് ഒരൊറ്റ ഫേസ് ആയിട്ടുണ്ട്. അതിലേക്ക് ഒരു 20 ഓഫ്സെറ്റ് ചെയ്യാം. ദെൻ ഇന്നർ ഫേസ് ഡിലീറ്റ് ചെയ്ത് കളയാം. ഔട്ടർ ഫേസ് ഒരു 300 പുഷ് പുൾ ചെയ്ത് വെക്കാം. ദെൻ അതിലെ കേർവ്ഡ് പാർട്ട് സെലക്ട് ചെയ്തിട്ട് കോപ്പി ചെയ്യാം. കൺട്രോൾ V ചെയ്യാം, അല്ലെങ്കിൽ എഡിറ്റിൽ കോപ്പി ചെയ്യാം. ദെൻ ഹോൾ കമ്പോണൻറ്റ് സെലക്ട് ചെയ്യുക, അതിനെ ഗ്രൂപ്പ് ആക്കുക. നേരത്തെ കോപ്പി ചെയ്ത് വെച്ച പ്ലെയിൻ അവിടെ തന്നെ പേസ്റ്റ് ചെയ്ത് വെക്കുക. അവിടെ വെച്ച് തന്നെ അതിനെ ഗ്രൂപ്പ് ആക്കുക. ദെൻ അതിൽ നിന്നും എക്സ്ട്രൂഡ് ചെയ്ത് ഒരു ഫേസ് പോലെ വരയ്ക്കാം. ലൈൻ ടൂൾ യൂസ് ചെയ്ത് അതിൻ്റെ ഒരു സൈഡിൽ നിന്നും ഫേസിനെ കണക്ട് ചെയ്യാം. ഒരു റെക്ടാങ്കുലർ ഫേസ് വരയ്ക്കാം. റെക്ടാങ്കുലർ ഫേസ് ആയിട്ടുണ്ട്. അതിനെ മോഡലിലേക്ക് കണക്ട് ചെയ്യാം. ആ റെക്ടാങ്കുലർ ഫേസിനെ ഗ്രൂപ്പ് ചെയ്യാം. മോഡലിനെയും റെക്ടാങ്കുലർ ഫേസിനെയും കണക്ട് ചെയ്ത ആ ലൈൻസിനെയും ഗ്രൂപ്പ് ചെയ്യാം. ഇപ്പം മൊത്തം 3 ഗ്രൂപ്പ്സ് ഉണ്ട്. ഈ 3 ഗ്രൂപ്പിനെയും സെലക്ട് ചെയ്ത് ഒരൊറ്റ ഗ്രൂപ്പാക്കി ഫോം ചെയ്യാം. ഇതെന്തിനാണെന്ന് വെച്ചാൽ റെക്ടാങ്കുലർ പ്ലെയിനിൻ്റെ എന്ത് പാറ്റേൺ, വിൻഡോയുടെ ഏത് പാറ്റേൺ വരച്ചാലും അത് കേർവ്ഡ് പാത്തിലേക്ക് വരണം. അതിനു വേണ്ടിയാണ്. ഇതിനായിട്ട് ഞാനൊരു എക്സ്റ്റൻഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഫ്ലോയിഫൈ എന്നൊരു എക്സ്റ്റൻഷനാണ് യൂസ് ചെയ്യുന്നത്. ഫ്ലോയിഫൈ എടുക്കുന്നു, ഇംപോസ് ഗ്രിഡ് കൊടുക്കുന്നു. ഇപ്പോൾ റെക്ടാങ്കുലർ പ്ലെയിനിലും കേർവ്ഡ് പ്ലെയിനിലും ഗ്രിഡ്സ് വന്നിട്ടുണ്ട്. ഈ റെക്ടാങ്കുലർ പ്ലെയിനിലേക്കാണ് നമുക്കിനി വിൻഡോയുടെ പാറ്റേൺസ് വരച്ചു കൊടുക്കുന്നത്. ആർച്ച് വിൻഡോ ആണ്. അതിനായിട്ട് റെക്ടാങ്കുലർ ടൂൾ യൂസ് ചെയ്ത് വിൻഡോയുടെ ഡയമെൻഷൻ കൊടുക്കുന്നു. ദെൻ കേർവ്ഡ് പ്ലെയിൻ വരയ്ക്കാനായിട്ട് ആർക്ക് യൂസ് ചെയ്ത് കേർവ്ഡ് പ്ലെയിൻ വരയ്ക്കുന്നു. സൈഡ് സ്മൂത്ത് ചെയ്യാനായിട്ട് നേരത്തെ പോലെ സെഗ്മെന്റിന് ഹയർ വാല്യൂ കൊടുക്കുന്നു. ലൈൻ ഡിലീറ്റ് ചെയ്ത് കളയുന്നു. ആ ഫേസിന് കോപ്പി ചെയ്യുന്നു. കൺട്രോൾ C എടുക്കാം, അല്ലെങ്കിൽ എഡിറ്റിൽ കോപ്പി ചെയ്യാം. ദെൻ അതിനെ പുഷ് പുൾ ചെയ്യാം. വോളിൽ നിന്ന് പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്തിട്ട് പിന്നീട് അത് ഡിലീറ്റ് ചെയ്ത് കളയാൻ വേണ്ടിയാണ് പ്രൊജക്റ്റ് ചെയ്യുന്നു. ആ ഹോൾ ഒബ്ജക്റ്റിനെ ഇനി ഗ്രൂപ്പ് ചെയ്യാം. അതിനു മുന്നേ സൈഡ്സ് സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ചെയ്യണമായിരുന്നു. ദെൻ ഗ്രൂപ്പ് ചെയ്തു, അതിനെ അങ്ങ് ഹൈഡ് ചെയ്തു. അതിനുശേഷം ആ വിൻഡോ, കോപ്പി ചെയ്ത് വെച്ച വിൻഡോ അവിടെ തന്നെ പേസ്റ്റ് ചെയ്തു. ഇനി അതിലേക്ക് ഞാനൊരു 5 ഓഫ്സെറ്റ് കൊടുക്കാൻ പോവാണ്. ഫ്രെയിം അതുപോലെ തന്നെ ഇന്നർ ഗ്ലാസും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇതിനകത്ത് ഔട്ടർ വരുന്നത് ഫ്രെയിം സെക്ഷനും ഇന്നർ ഗ്ലാസ് പോർഷനുമാണ്. അതും സെപ്പറേറ്റ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്യാം. ഇപ്പോൾ ഫ്രെയിം ഗ്രൂപ്പ് ചെയ്തു. ഇനി വിൻഡോയും സെപ്പറേറ്റ് ഗ്രൂപ്പ് ചെയ്യാം. ഇനി ഫ്രെയിം പുറത്തേക്ക് 15 ഓഫ്സെറ്റ് ചെയ്യാം. ദെൻ ഫ്രെയിമിനെ ഒരു 0.5 ഡിസ്റ്റൻസ് ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്ത് വെക്കാം. ഇനി നമ്മുടെ ഇന്നർ പ്ലെയിൻ ആയ വിൻഡോ
ഫ്രെയിമിനുള്ളിലേക്ക് മൂവ് ചെയ്ത് വെക്കാം. ഫ്രെയിം ആൻഡ് വിൻഡോ സെറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ നേരത്തെ ഔട്ടർ കമ്പോണന്റ് ഗ്രൂപ്പ് ചെയ്ത് അത് ഹൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ അൺഹൈഡ് ചെയ്യാം. ദെൻ ആ ഗ്രൂപ്പിനെ എഡിറ്റ് ചെയ്തിട്ട് അതിനെ മാത്രം കോപ്പി ചെയ്ത് റെക്ടാങ്കുലർ പ്ലെയിൻ ത്രൂ ഔട്ട് വെക്കാം. ഓക്കെ, ഞാനിപ്പോൾ അതിൻ്റെ 10 കോപ്പീസ് ത്രൂ ഔട്ട് വെച്ചിട്ടുണ്ട്. ഇനി ആ കമ്പോണന്റിനെ, ഇപ്പോൾ ഒറ്റ കമ്പോണന്റ് ആയിട്ട് നിൽക്കുന്നത്, ആ കമ്പോണന്റിനെ സെലക്ട് ചെയ്ത് ഹൈഡ് ചെയ്യാം. ദെൻ ഫ്രെയിമും വിൻഡോസും ഇതുപോലെ തന്നെ ചെയ്യാം. ഫ്രെയിമിന് എഡിറ്റ് ഗ്രൂപ്പിൽ വന്നിട്ട് കോപ്പി ചെയ്ത് പ്ലെയിൻ ത്രൂ ഔട്ട് വെക്കാം. കമ്പോണന്റ് പ്ലേസ് ചെയ്ത്, ഇതിന് മുന്നത്തെ കമ്പോണന്റ് പ്ലേസ് ചെയ്ത് അവിടെ തന്നെ ആയിരിക്കണം വെക്കേണ്ടത്. ആ സെയിം നമ്പേഴ്സ് തന്നെ ഫ്രെയിമിനും കൊടുക്കാം. ഇനി വിൻഡോയും അതുപോലെ തന്നെ ചെയ്യാം. എഡിറ്റ് ഗ്രൂപ്പിൽ വരുന്നു, സെയിം നമ്പേഴ്സ് കൊടുക്കുന്നു. ഇപ്പം വിൻഡോ ഒരു ഗ്രൂപ്പിലായി, ഫ്രെയിം വേറൊരു ഗ്രൂപ്പിലും, കമ്പോണന്റ് ഔട്ടർ കമ്പോണന്റ് വേറൊരു ഗ്രൂപ്പിലും ആയിട്ടുണ്ട്. ഇനി കമ്പോണന്റിനെ അൺഹൈഡ് ചെയ്യാം. കർവ്ഡ് വാളിൽ വരേണ്ട വിൻഡോയുടെ പാറ്റേൺ നമ്മളിപ്പോൾ റെക്ടാങ്കുലർ ഗ്രിഡ് പ്ലെയിനിൽ വരച്ചിട്ടുണ്ട്. ഇനി അത് കർവ്ഡിലേക്ക് ആക്കാനായിട്ട് ഫ്ലോയിഫൈ എന്നുള്ള പ്ലഗിൻ യൂസ് ചെയ്യാം. ഗ്രിഡ് പ്ലെയിനും ഔട്ടർ ഗ്രൂപ്പും സെലക്ട് ചെയ്തിട്ട് ഫ്ലോയിഫൈ ചെയ്യാം. ഇപ്പോൾ കർവ്ഡിലേക്ക് ആയിട്ടുണ്ട്. ഇനി ഔട്ടർ ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇനി അതിൻ്റെ ആവശ്യമില്ല. ഇതുപോലെ തന്നെ ഗ്രിഡ് പ്ലെയിനും ഫ്രെയിമും സെലക്ട് ചെയ്തിട്ട് ഫ്ലോയിഫൈ ചെയ്യുന്നു. ദെൻ ഗ്രിഡ് പ്ലെയിനും വിൻഡോയും സെലക്ട് ചെയ്തിട്ട് ഫ്ലോയിഫൈ ചെയ്യുന്നു. ഇപ്പോൾ എല്ലാം കർവ്ഡ് വാളിലേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഗ്രിഡ് പ്ലെയിൻ ഡിലീറ്റ് ചെയ്ത് കളയാം. നമുക്ക് വേണ്ട പോലെ കർവ്ഡ് വാളിൽ കർവ്ഡ് ആർച്ച് വിൻഡോസ് ഇപ്പോൾ നമ്മൾ ഇൻസേർട്ട് ചെയ്തു. ഇത് ഇത്രയും ഒരു ഗ്രൂപ്പായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇതിനെ വാളിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഫ്രെയിമും വിൻഡോയും വിസിബിൾ ആകത്തുള്ളൂ. അത് വിസിബിൾ ആക്കാനായിട്ട് സോളിഡ് ടൂൾസിൽ സബ്ട്രാക്ട് എന്ന് പറഞ്ഞ ടൂൾ യൂസ് ചെയ്യാം. ഔട്ടർ ഗ്രൂപ്പിനെ സബ്ട്രാക്ട് ചെയ്യണം വാളിൽ നിന്ന്. ഓക്കെ, ഇപ്പൊ നമുക്ക് വേണ്ട പോലെ ഗ്ലാസും ഫ്രെയിമും വിസിബിൾ ആയിട്ടുണ്ട്. ഇനി ഗ്ലാസിനെ മാത്രം സെലക്ട് ചെയ്യാം. ഇതിൽ നിന്ന് ഗ്ലാസസിനെ എല്ലാം സെലക്ട് ചെയ്ത് ഒരു ഗ്രൂപ്പ് ആക്കാം. എല്ലാത്തിനെയും സെലക്ട് ചെയ്തിട്ട് റൈറ്റ് സെലക്ഷൻ ചെയ്ത് സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിനെ ഗ്രൂപ്പ് ചെയ്യുന്നു. എന്നിട്ട് അതിന് ഗ്ലാസ് മെറ്റീരിയൽ അപ്ലൈ ചെയ്യുന്നു. ഇതേപോലെ തന്നെ ഫ്രെയിംസ് എല്ലാം സെലക്ട് ചെയ്യുന്നു. സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ദെൻ ഗ്രൂപ്പ് ചെയ്യുന്നു. ഫ്രെയിമിന് ഒന്നെങ്കിൽ വുഡിൻ്റെ മെറ്റീരിയൽ അപ്ലൈ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ കളറാണ് അപ്ലൈ ചെയ്യുന്നത്. കളർ മെറ്റീരിയലാണ് അപ്ലൈ ചെയ്യുന്നത്. ഒരു ഗ്രേ കളറാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഫ്രെയിമും വിൻഡോയും സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി വാളിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ മെറ്റീരിയൽ അപ്ലൈ ചെയ്യാം, കൂടുതൽ അട്രാക്റ്റീവ് ആക്കാം. നമ്മുടെ മോഡലിന് ഇനി ഒരു ബേസ്മെന്റ് സെറ്റ് ചെയ്യാം. റെക്ടാങ്കുലർ ടൂൾ യൂസ് ചെയ്ത് ടോപ്പ് വ്യൂവിൽ വന്ന് റെക്ടാങ്കുലർ ടൂൾ യൂസ് ചെയ്തിട്ട് ഒരു പ്ലെയിൻ വരച്ചു കൊടുക്കാം. അതിന് ഒരു ഹൈറ്റ് പുഷ് പുൾ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ബേസ്മെന്റ് സെറ്റ് ചെയ്തു. ഇനി ഈ ഫുൾ മോഡലിനെ സെലക്ട് ചെയ്ത് ഇതിനെ ഒറ്റ ഗ്രൂപ്പ് ആക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട പോലെ തന്നെ കർവ്ഡ് വാൾസിൽ നമ്മൾ കർവ്ഡ് ആർച്ച് വിൻഡോസ് മോഡൽ ചെയ്ത് കഴിഞ്ഞു. താങ്ക് യു.